വിഷുക്കണി പോലത്തെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ സെറ്റ് മുണ്ട് സെറ്റ് സാരി ഉടുക്കുക. അതൊരു വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ പുതിയ പുതിയ കളക്ഷനൊക്കെ വാങ്ങി നമ്മൾ ഉടുക്കും അല്ലേ. അപ്പോൾ ഓരോ ആൾക്കാർ ഓരോ സ്റ്റൈൽ ഉടുക്കും. ഞാൻ കൂടുതലും കളർ വാങ്ങാറില്ല. കൂടുതലും എന്താ പറയുക, കളർ വാങ്ങി നമ്മൾ ഒറ്റയ്ക്ക് ഉടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിൻ്റെ അതേ കളർ ബ്ലൗസ് നമുക്ക് ഉടുക്കാൻ പറ്റില്ല. ഞാൻ ഇതാകുമ്പോൾ ഗോൾഡൻ ടിഷ്യൂ ആകുമ്പോൾ എനിക്ക് എല്ലാ ബ്ലൗസിലും ഒതുക്കും. അപ്പോൾ എനിക്ക് വീട്ടിൽ ദിവസം എനിക്കൊരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ആ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ സെറ്റും കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഞാൻ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കാണിച്ചത്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെയാണ്. അങ്ങനെ വലിയ വലിച്ച് നീട്ടിയിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല. സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ. പക്ഷേ എൻ്റെ ഒരു സ്റ്റൈൽ വേറെ തന്നെയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ഉടുക്കാറ്. ആദ്യം ഫുള്ളൊന്നും അയൺ ചെയ്യും. ഫുള്ള് ചുഴിഞ്ഞത് ഒന്നും അയൺ ചെയ്യും. ഞാനിത് ഡ്രൈ ക്ലീൻ കൊടുത്തതാണ്. പക്ഷേ അവർ ആ മടക്കിൽ എനിക്ക് കുറച്ചും കൂടിയും ഇസ്തിരി ഇടണമെന്ന് തോന്നിയപ്പോൾ ഞാൻ ഇസ്തിരി ഇട്ടു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇസ്തിരി ഇടാൻ നമുക്ക് വേഗം എന്താ പറയുക, നമ്മൾ സെറ്റും കൊണ്ട് സെറ്റ് സാരി ഉടുക്കലിൽ നമുക്ക് പ്ലീറ്റ്സൊക്കെ വെക്കാനും വേഗം പറ്റും. അങ്ങനെ ഞാനൊന്ന് എൻ്റെ അളവ് എടുത്തിട്ട് പ്ലീറ്റ്സൊക്കെ മുന്നിൽ എത്ര വരണം, എത്ര വേണം, എത്ര വീതി വെക്കണം എന്നുള്ളതൊക്കെ ഞാൻ അധികം വീതി വെക്കൂല, എനിക്ക് ഇഷ്ടമല്ല. അപ്പം അതാണ് എനിക്ക് കുറച്ചുകൂടി വൃത്തി തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ലുക്ക്. അപ്പം അത് മേലെ ഞാൻ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് താഴെയും പിൻ ചെയ്ത് വെക്കണം. എന്നാലേ നമുക്ക് അയൺ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു രീതിയിൽ കറക്റ്റ് കിട്ടുള്ളൂ. ഇത്തിരി പണിയുണ്ട്, പക്ഷെ എന്നാലും നമുക്കത് പിന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ വേഗം ഉടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാനിതാ എൻ്റെ കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം മേലെയുള്ള അതേ അളവ് തന്നെ എനിക്ക് താഴെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇനിയൊന്ന് അയൺ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ശരിയാക്കിയെടുക്കാം. അപ്പം ആ ഒരു നല്ല സ്ലിപ്പായിട്ട് നിൽക്കുന്നതാണ് നമുക്ക് നല്ല വൃത്തിക്ക് വേഗം ഉടുക്കാനും പറ്റും. എവിടെയെങ്കിലും പോകുമ്പം ഞാനിങ്ങനെ തന്നെയാണ് ചേർത്ത് തലേന്നേ എല്ലാം സെറ്റാക്കി വെക്കും. അപ്പം നമുക്ക് വേഗം ഉടുക്കാൻ പറ്റുമല്ലോ. അതൊക്കെ വിചാരിച്ചാൽ നമുക്ക് വേഗം നമ്മളെ മറ്റുള്ള പണികളും നമുക്ക് പിന്നെ ഹെയറും ഫേസൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. നമുക്ക് ഉടുക്കൽ വേഗം കഴിയും. അപ്പോൾ ഞാനിതാ ഈ അളവിന് കണക്കായിട്ട് ഞാൻ വെച്ച് നോക്കിയപ്പോൾ പിന്നെ അളവൊന്നും എൻ്റെ കൈ വന്ന് കുറച്ച് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെയും ഒന്നുകൂടി ലെവലാക്കി സെറ്റ് ചെയ്യുന്നുണ്ട്. എന്താ പറയുക, ഇസ്തിരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ലെവലാക്കിയിട്ട് പിന്നെ ചെയ്യാൻ പറ്റില്ല. പിന്നെ ആ ഒരു കല അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാറ്റിയിട്ട് അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നല്ല ചൂടിൽ നോക്കിയിട്ട് ഇസ്തിരി ഇടണം കേട്ടോ. ഇസ്തിരി ഇടുന്ന ആൾക്കാർ ചിലത് കത്തിപ്പോൾ. ഞാൻ അധികം പേപ്പർ വെച്ചിട്ടാണ് ചെയ്യാറ്. ചില സമയത്ത് എൻ്റെ അടുത്ത് കയ്യിൽ നിന്ന് കുറേ പാളിച്ച പറ്റിയിട്ടുണ്ട്. അപ്പം അധികവും ഞാൻ ബെഡ്ഷീറ്റൊക്കെ കത്തിച്ചിട്ട് നടക്കാറ്. അപ്പോൾ എന്തെങ്കിലും ഡ്രസ്സ് അയൺ ചെയ്യുമ്പോൾ ഞാൻ ബെഡ്ഷീറ്റിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബെഡ്ഷീറ്റിൽ കുറച്ച് തുളകളൊക്കെ ഉണ്ടാവും എൻ്റെ. അങ്ങനെ എത്രയോ ബെഡ്ഷീറ്റ് ഞാൻ മാറ്റിയിട്ടുണ്ട് വാങ്ങിയിട്ട്. ചിലപ്പോൾ എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെയാണ്. അങ്ങനെ ഞാനിതാ സെറ്റും കൊണ്ടും എല്ലാം 2 ഭാഗവും പിൻ ചെയ്ത് വെച്ചത് നല്ലോണം അയൺ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഒന്നുകൂടി അയച്ചിട്ട് ഞാൻ മാറ്റി ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഭാഗത്തിൽ ഒന്നുകൂടി നല്ലോണം വൃത്തിക്ക് കുറച്ച് 2-3 പ്രാവശ്യം നല്ലോണം ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ സ്റ്റിഫായിട്ട് നിൽക്കും. കണ്ട ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ അത് ചെയ്തത് ഇനി ജസ്റ്റ് ഒന്ന് ഉടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. കണ്ട ഈ റൗണ്ട് ചെയ്തത് നമ്മൾ കറക്റ്റ് അളവിലെടുത്തിട്ട് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റ് സെൻറ്ററിൽ കണ്ട അത് നിൽക്കും. എനിക്ക് ഈ സൈഡിൽ വെക്കുന്നത് ഇഷ്ടമല്ല, സെൻറ്ററിൽ വെക്കുന്നത് ഇഷ്ടം കേട്ടോ. അപ്പോൾ അത് കുറച്ചുകൂടി ഭംഗിയും ലുക്കും തോന്നുന്നത് നമ്മളൊരു കേരളത്തിന് തോന്നുന്നത് എനിക്ക് അതുപോലെ തന്നെ. അങ്ങനെ ഞാനത് ഫുള്ള് മടക്കി ഞാനൊരു ഭാഗത്തേക്കാണ് വെച്ചു. അടുത്ത നമുക്ക് തൊഴിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ മുന്താണിയാണ് നമുക്ക് ശരിയാക്കേണ്ടത്. അപ്പോൾ മുന്താണി ആണ് ഫ്രണ്ടിൽ വരുന്നത് കൊണ്ട് നല്ല വൃത്തിയിൽ ആദ്യം നമുക്ക് ശരിക്കും പറയാനുള്ള അളവെടുക്കുന്നത് തന്നെ നമ്മൾ ഏതാണ് ലെങ്ത്ത് കൂടുതലുള്ളതാണ് നമ്മളെപ്പം മുന്താണിക്ക് എടുക്കുക. വീതി കുറവുള്ളതാണ് മുന്താണിക്ക് എടുക്കുക. വീതി കൂടുതലുള്ളതാണ് നമ്മൾ താഴെ ബീഡ്സിലേക്ക് കൊടുക്കുക. അപ്പോൾ നമ്മളെപ്പോൾ സാരി ഉടുക്കുന്ന ഭാഗത്തല്ല കേട്ടോ സെറ്റും മുണ്ട് എടുക്കുക, നേരെ ഓപ്പോസിറ്റാണ് സെറ്റും മുണ്ട് കൊടുക്കേണ്ടത്. അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാനിതാ എൻ്റെ മുന്താണിയൊക്കെ ഏകദേശം ശരിയാക്കി. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ വരുന്ന ഭാഗം നല്ല സ്റ്റെപ്പായിട്ട് വെച്ച് ചെയ്യണം. അപ്പോഴാണ് കുറച്ചുകൂടി വൃത്തിയിട്ട്. അപ്പോൾ ഞാൻ ഒന്ന് ചെയ്തത് ഇനി വലിച്ച് താഴത്തേക്ക് വരുമ്പോൾ അതിങ്ങനെ ഇങ്ങനെ പൂ പോലെ നല്ല ഭംഗിയിൽ നിൽക്കും. അതിൻ്റെ ഇടയിൽ തന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്ന 2 ആൾക്കാരുണ്ട്. ഓരോന്ന് പറഞ്ഞ് ഞാൻ ചേർക്കും. അപ്പോൾ എൻ്റെ എത്രയോ സമയവും പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. പറഞ്ഞാൽ 2നും മനസ്സിലാവാത്ത 2 ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ സ്റ്റിക്ക് ഉപയോഗിച്ച് ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് അവനാണെങ്കിലും മറ്റേ സ്റ്റിക്ക് എടുത്തിട്ടാണ് കളിക്കുന്നത്. അതിൻ്റെ ഞാൻ വെച്ച് എന്തെങ്കിലും ആക്കട്ടെ, അങ്ങനെയാണെങ്കിൽ എനിക്കെൻ്റെ പണി വേഗം തീർക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ എൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഭാഗങ്ങളായത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ തല സെറ്റായിട്ട് വെച്ചിട്ട് രാവിലെ എനിക്ക് വേഗം എടുത്ത് കൊടുക്കാം. അപ്പോൾ നാളെ എൻ്റെ ഷൂട്ടിങ്ങിന് ഞാൻ നല്ല അടിപൊളിയായിട്ടാണ് പോകുന്നത്. അതിൻ്റെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ലുക്ക് കേട്ടോ. ഫൈനൽ കണ്ട എത്ര വൃത്തിയുണ്ട് കണ്ടോ അവിടുത്തെ. അപ്പോൾ ഓക്കെ, ബൈ.